നൈസ് പത്തിരിയുടെ കൂടെ നമ്മൾ വിളമ്പിയ ബീഫ് കറിയില്ലേ, അതിൻ്റെ റെസിപ്പി എന്തായാലും നിങ്ങൾ ചോദിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതേ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഇച്ചിരി ഉലുവായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. ഇനി സവാള, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴന്ന് അതിൻ്റെ പച്ച ചുവയൊക്കെ മാറുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ബീഫ് കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കണുള്ളൂ കേട്ടോ. അധികം വെള്ളം ആവശ്യമായിട്ടുള്ളവർക്ക് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുക്കറിൽ ഫസ്റ്റ് 2 വിസിൽ നമുക്ക് ഹൈ ഫ്ലെയിമിലും പിന്നെ വളരെ തീ കുറച്ച് വെച്ചൊരു 10 മിനിറ്റ് വെച്ചിട്ട്, അപ്പോൾ എത്ര വിസിലടിക്കുന്ന അത്ര അടിച്ചോട്ടെ, അത്രയും കൂടി അടുപ്പിച്ചിട്ട് വേവിച്ചെടുത്താണ് കേട്ടോ. നമ്മുടെ അടിപൊളി ബീഫ് കറി തയ്യാറായിട്ടുണ്ട്. ഇനി എനിക്കിതൊന്ന് താളിച്ചാലേ തൃപ്തിയാവുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും കറിവേപ്പിലയും കുറച്ച് മുളക് പൊടിയും കൂടി താളിച്ചൊഴിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ. ഇനി തേങ്ങാപ്പാലിലേക്ക് നെയ്യിൽ താളിച്ചൊഴിച്ച ഉള്ളിയും കറിവേപ്പിലയും പിന്നെ നമ്മുടെ പത്തിരിയും ഒക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ഈ ബീഫ് കറി കഴിച്ചത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും റമദാൻ ദിനം ആശംസകൾ.